നമസ്തേ. ഓം ശ്രീ മഹാവിഷ്ണുവായ സ്വാമിനെ നമഃ. ഓം ശ്രീ മഹാകൃഷ്ണകുക്ഷ്യായ നമഃ. വിഷ്ണുമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. അപ്പോൾ നമ്മളുടെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഫോൺ കോളുകളിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് വരുന്നൊരു ചോദ്യമാണ്, സ്വാമി അടിമയായിരിക്കുമോ? ഉപാസകൻ്റെ അടിമയായിട്ട് സ്വാമിയെ കൊണ്ടു നടക്കാൻ കഴിയുമോ? ഉപാസകൻ എന്തു പറഞ്ഞാലും പ്രവർത്തിക്കുന്ന ഒരു ദേവനായിട്ടിരിക്കുമോ എന്ന് പലരും ചോദിക്കുകയുണ്ടായി. ഉപാസന കാര്യങ്ങളിൽ ഒരുപാട് കാലങ്ങളായിട്ട് അതിൽ മുഴുകിക്കൊണ്ടിരിക്കുകയും അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരിക്കലും സ്വാമി അടിമയായിരിക്കില്ല. സൗഹൃദം, സ്നേഹം, ഇഷ്ടം, ഇതുകൊണ്ടുള്ള അടുപ്പം മാത്രമാണ് സ്വാമിക്ക് ഉപാസകനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യും. ശിവപുത്രനായിട്ടുള്ള മഹാദേവപുത്രനായിട്ടുള്ള പൊന്നുണ്ണി മഹാവിഷ്ണുവായ സ്വാമിയെ കൊണ്ട് അനിഷ്ടം ചെയ്യിപ്പിക്കണ്ടേ എന്നുള്ളത് ഉപാസകൻ്റെ മനോധർമ്മമാണ്. നല്ലത് മാത്രം ചെയ്യിപ്പിക്കുന്ന ഒരു ഉപാസകൻ്റെ കൂടെ സ്വാമി ആജീവനാന്തകാലം അവന് സമ്പൽ സമൃദ്ധി കൊടുത്തും പേരും പെരുമയും കൊടുത്തും കുടുംബ ഐക്യത്തെ കൊടുത്തും തലമുറകളായിട്ട് നിലനിന്നു പോകുന്ന ധനബലത്തെ കൊടുത്തും രക്ഷിക്കും. അനിഷ്ടം ചെയ്യുന്നവനെ പെട്ടെന്ന് തന്നെ സ്വാമി അവൻ്റെ എല്ലാ സ്വത്തുക്കളെയും നശിപ്പിച്ച് ദരിദ്രനാക്കി തലമുറകൾക്ക് പോലും അനുഭവിക്കാവുന്ന സമ്പത്തിനെ നഷ്ടപ്പെടുത്തും. ഇതിലേതാണ് ഒരു ഉപാസകന് വേണ്ടത്? ശാശ്വത പരിഹാരമായിട്ടുള്ള സന്തോഷമാണോ, അല്പസുഖമാണോ വേണ്ടത്? അപ്പോൾ സ്വാമി ഒരിക്കലും ഒരു ഉപാസകൻ്റെ അടിമയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഭഗവാൻ കരിങ്കുട്ടി സ്വാമിയും വിഷ്ണുമായ സ്വാമിയൊക്കെ ഉത്തമ ദൈവങ്ങളാണ്, ധർമ്മിഷ്ഠരായിട്ടുള്ള ദൈവങ്ങളാണ്. അങ്ങനെയുള്ള ധർമ്മിഷ്ഠരായിട്ടുള്ള ദൈവങ്ങൾ ധർമ്മം മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. മനുഷ്യൻ തൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട്, ധനലാഭങ്ങൾക്കും പേരിനും പെരുമയ്ക്കൊക്കെ വേണ്ടിയിട്ട്, പെട്ടെന്നുള്ള സുഖങ്ങൾ കിട്ടാനായിട്ട് അധർമ്മം ചെയ്യുന്നവനാണ്. എപ്പോഴും ഒരു ഉപാസകന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അധർമ്മത്തിലൂടെ നടക്കാതെ ധർമ്മിഷ്ഠനായി നടക്കാനുള്ള അനുഗ്രഹമാണ് ഭഗവാൻ കൊടുക്കുന്നത്. ഭഗവാൻ അത് പ്രാധാന്യം ചെയ്തിട്ടും അത് കാണാതെ അശുഭങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഉപാസകന്മാരെ സ്വാമി നിലനിർത്തില്ല ഭൂമിയിൽ. അതുകൊണ്ട് സത്യസന്ധമായിട്ട് സ്വാമിയുടെ നല്ല ഉപാസകരായിട്ട് മുന്നോട്ട് പോകാനും നല്ല ഭക്തരായിട്ട് ധർമ്മത്തെ മാത്രം അനുഷ്ഠിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും ദുഃഖിപ്പിക്കാതെയും മറ്റുള്ളവൻ്റെ ദുഃഖത്തിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റി അത്രയും നല്ല ഒരു കർമ്മം ചെയ്തിട്ട് സ്വാമിയുടെ അനുഗ്രഹം എന്നും നമ്മളിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് ധർമ്മത്തെ ചെയ്തിട്ട് അധർമ്മത്തെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാ സ്വാമിയുടെ ഭക്തരും ഉപാസകരും ധർമ്മിഷ്ഠരാവണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.